ഹലോ നമസ്കാരം, രഞ്ജിത്ത്. പലപ്പോഴും റിലേഷൻഷിപ്സിലെ ഏറ്റവും അധികം വില്ലനാവുന്നത് പൊസസീവ്നെസ് എന്ന വാക്കാണ്. എന്താണ് പൊസസീവ്നെസ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ബോൾബിയും എയിൻവർത്തും ചേർന്നാണ്. ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് പ്രിൻസിപ്പിൾ ഉണ്ട്. 4 തരത്തിലാണ് പൊസസീവ്നെസ് അല്ലെങ്കിൽ പൊസസീവായിട്ടുള്ള ആളുകൾ പെരുമാറുന്നത് എന്നാണ് പറയാറുള്ളത്. എങ്ങനെയൊക്കെയാണ് ഈ പൊസസീവായിട്ടുള്ള ആളുകൾ പെരുമാറുന്നത്, എന്തുകൊണ്ടാണ് പൊസസീവ്നെസ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് പൊസസീവ്നെസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നത്, എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്ത് നിർത്തുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിതൊന്ന് സംസാരിച്ച് നോക്കാം. ഏറ്റവും ആദ്യത്തേതും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളതുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് സെക്യൂർ അറ്റാച്ച്മെൻറ്റ് എന്ന മോഡലാണ്. ഈ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് മോഡലിലുള്ള ആളുകൾക്ക് സാധാരണ പൊസസീവ്നെസ് കമ്പാരിറ്റീവ്ലി ലോവർ ആയിരിക്കും. സെക്യൂർ അറ്റാച്ച്മെൻറ്റുള്ള ആളുകൾ മറ്റുള്ളവരെ, പാർട്ട്ണറെ ട്രസ്റ്റ് ചെയ്യുന്നു, അവർക്ക് ഒരുപാട് സ്പേസ് കൊടുക്കുന്നു, അവരെ വളരാൻ അനുവദിക്കുന്നു, അവർക്ക് വലിയ ഫ്രീഡം കൊടുക്കുന്നു. എന്നാൽ കാര്യമായിട്ട് പൊസസീവ്നെസ് അവർ കാണിക്കുകയുമില്ല. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവർക്ക് പൂർണ്ണമായ ട്രസ്റ്റ് അവരുടെ പാർട്ട്ണറിൽ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല സ്വന്തമായി വലിയ കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ രണ്ടുപേരും അവരുടെ സ്പേസുകൾ ഈക്വലായിട്ട് എടുക്കുകയും എന്നാൽ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അവർ കൃത്യമായിട്ട് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് പക്ഷേ ഒരല്പം ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പൊസസീവ്നെസ് ആണ് എന്ന് ഒരു പക്ഷേ തോന്നാം. കാരണം പലപ്പോഴും ഈ ലവ് സൈൻസും ലവ് ലാംഗ്വേജും പലപ്പോഴും ഇവരുടെ ഭാഗത്ത് കുറവായിരിക്കും. ഈ ലവ് സൈൻസ് ഏകദേശം 5ഓളം ഡിഫറൻ്റ് ആയിട്ടുള്ള ലവ് ലാംഗ്വേജസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ലവ് ലാംഗ്വേജസ് ഒക്കെ കൃത്യമായി പ്രകടിപ്പിക്കുകയും ഈ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് ലെവലിലുള്ള ഒരു പൊസസീവ്നെസ് കാണിക്കുകയും ചെയ്യുന്ന ആളുകൾ, അതായത് വളരെ ലോ ആയിട്ടുള്ള പൊസസീവ്നെസ് കാണിക്കുകയും ചെയ്യുന്ന ആളുകളുടെ റിലേഷൻ വളരെ സുദൃഢമായിരിക്കും എന്നാണ് പറയാറുള്ളത്. ശരിക്കും ഇത്തരത്തിലുള്ള ഒരു ഐഡിയൽ സിറ്റുവേഷനിലേക്ക് എത്താനാണ് മിക്ക ആളുകളും ശ്രമിക്കേണ്ടത്. അതായത് പാർട്ട്ണറെ ട്രസ്റ്റ് ചെയ്യുകയും സ്വന്തമായിട്ട് ഒരു ഇൻസെക്യൂരിറ്റിയും ഇല്ലാതെ നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും അത്യാവശ്യം ഫ്രീ സ്പേസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻ. ആ റിലേഷനിൽ ഈ ലവ് ലാംഗ്വേജസ് കൂടി എക്സിബിറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ അടിപൊളിയായിരിക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പലപ്പോഴും ഇങ്ങനെ സ്പേസ് കൊടുക്കുന്ന പല ആളുകളും ഈ ലവ് ലാംഗ്വേജസ് വളരെ നല്ല രീതിയിൽ എക്സിബിറ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് കണ്ടിട്ടുള്ളത്. ഇതുകൂടി വന്ന ഇങ്ങനെ നല്ലൊരു കോമ്പിനേഷനിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഈ പറയുന്ന സെക്യൂർ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന റിലേഷൻ തന്നെയാണ്. അടുത്തത് ആൻഷ്യസ് അറ്റാച്ച്മെൻ്റ് ആണ്. ആൻഷ്യസ് അറ്റാച്ച്മെൻറ്റ് നമ്മൾ ഒരുപാട് കൂടുതൽ റിലേഷൻസിലും കണ്ടിട്ടുള്ളത് ഈ ആൻഷ്യസ് അറ്റാച്ച്മെൻ്റ് ആണ്. പലപ്പോഴും ലവേഴ്സിൻ്റെ ഇടയിലൊക്കെ പ്രത്യേകിച്ചും ഒരു ലവ് അഫെയർ ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും അധികം കാണുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ആൻഷ്യസ് അറ്റാച്ച്മെൻറ്റ്. കാരണം ഒരു പാർട്ട്ണറെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട് എന്നൊക്കെ തോന്നുമെങ്കിലും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെങ്കിലും അൾട്ടിമേറ്റ്ലി ഈ പാർട്ട്ണർ നഷ്ടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും പോകുമോ, തങ്ങളിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ള പേടി കാരണവും സ്വന്തമായിട്ടുള്ള ചില ഇൻസെക്യൂരിറ്റീസ്, ഞാൻ അത്ര പോരാ, എന്നേക്കാൾ നല്ല വേറെ ആളുകളുണ്ട് എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഈ ആൻഷ്യസ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന ഹൈ ലെവൽ ഓഫ് പൊസസീവ്നെസ് ഉണ്ടാവുന്നു. ഈ ഹൈ ലെവൽ ഓഫ് പൊസസീവ്നെസ് കാരണം മറ്റുള്ളവരുടെ ഫ്രീഡത്തിലേക്ക് നമ്മൾ കടന്നു കയറുകയും അവരത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് നമ്മൾ ഇമ്പോസ് ചെയ്യുകയും ചെയ്യുന്നു. അൾട്ടിമേറ്റ്ലി ഈ ലവ് എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യുന്നത് ട്രസ്റ്റിലും ഫ്രീഡത്തിലുമാണ് എന്നുള്ള കാര്യം പോലും നമ്മൾ മറന്നുപോകും. അപ്പോൾ പതിയെ ട്രസ്റ്റ് ഇല്ല എന്നുള്ളത് പാർട്ട്ണർക്ക് തോന്നുകയും അവരുടെ ഫ്രീഡം ഒരുപാട് കട്ടാവുന്നു എന്നുള്ള തോന്നലുണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പുറത്തുള്ള ലവ് എന്ന് പറയുന്ന ആ സത്യം പതിയെ പതിയെ ഇല്ലാതാവുന്നു. അങ്ങനെയാണ് ഒരുപാട് ബന്ധങ്ങൾ ഇല്ലാതാവുന്നത്. അപ്പോൾ ഒരു ഹൈ പൊസസീവ്നെസ്സിൽ തുടങ്ങിയിട്ടാണ് പലപ്പോഴും ബന്ധങ്ങൾ ഇല്ലാതാവുന്നത് പോലും. അപ്പോൾ ഈ ആൻഷ്യസ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ, അതിനെ ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമാണ് ബന്ധങ്ങൾ ലോങ്ങർ ടൈമിലേക്ക് നിലനിൽക്കുക. അടുത്തത് അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് എന്നുള്ളതാണ്. അത് ഒരു ലോ പൊസസീവ്നെസ് ആണ്, പക്ഷേ ഡിസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് വളരെ കുറവാണ്. ഇമോഷണൽ ആയിട്ടുള്ള എക്സിബിഷൻസൊക്കെ വളരെ കുറവാണ്. ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറിയുടെ തന്നെ വേറൊരു മോഡാണ്. ഒരുപാട് സ്പേസ് കൊടുക്കുന്നുണ്ടാവും, ഫ്രീഡം കൊടുക്കുന്നുണ്ടാവും. പക്ഷെ രണ്ടുപേരും ഫ്രീഡത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവും ഒരുപക്ഷെ ലവിനേക്കാളും. ഈ സെക്യൂർ അറ്റാച്ച്മെൻറ്റിൽ ഏകദേശം രണ്ടിനും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവും, ലവിനും നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ഈ അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റിൽ ലവിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ രണ്ടുപേരും അവരവരുടെ ഫ്രീഡത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും രണ്ടുപേരും പാരലായിട്ട് നീങ്ങുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. ഇതിനകത്ത് കാര്യമായിട്ടുള്ള ഒരു പൊസസീവ്നെസ് ഒന്നും വരാനുള്ള സാധ്യതയില്ല. കാരണം രണ്ടുപേരും അത്യാവശ്യം ഡിസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ്. പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത് കണ്ടിട്ടുള്ളത്. ഒരു സർട്ടൻ ലിമിറ്റ് കഴിയുമ്പോൾ 10, 15, 20 ഒക്കെ വർഷം കഴിയുമ്പോൾ രണ്ടുപേരും ഏകദേശം രണ്ടുപേരുടെ വഴികൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി മനസ്സിലാക്കുകയും രണ്ടുപേരും ഒരു പാരലലായ ട്രാക്കിലൂടെയൊക്കെ പോവുകയും ചെയ്യുന്ന
ഒരു രീതി. ഇപ്പോൾ പുതിയതായിട്ട് ഇവോൾവ് ചെയ്തിട്ടുള്ള സ്ലീപ്പ് ഡിവോഴ്സ് എന്നൊക്കെ പറയുന്ന ടേം, അതായത് കിടന്നുറങ്ങുന്നത് 2 മുറികളിലോ അല്ലെങ്കിൽ കട്ടിലിൻ്റെ 2 അറ്റത്തോ ഒക്കെ ആയിരിക്കും. അങ്ങനെ രണ്ടുപേരും രണ്ടുപേരുടെ സ്പേസ് എടുത്തുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ ജീവിച്ചു പോകുന്ന അവസ്ഥയൊക്കെയാണ് ഈ പറയുന്ന അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന ഈ ടേം. ഇത് ഒരു പരിധി കഴിയുമ്പോൾ ചില ആളുകൾക്ക് ഇത് ഒരു ലിവിങ് ടുഗദറിൻ്റെ തന്നെ മറ്റൊരു രീതിയായിട്ട് മാറി എന്ന് വരാം. രണ്ടുപേരും ചിലപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് മോഡിൽ മുന്നോട്ട് പോകുന്നുണ്ടാവും. വലിയ പ്രശ്നങ്ങളില്ലാതെ ചിലപ്പോൾ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് ചിലപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ രീതി സഹായിക്കാൻ സാധ്യതയുണ്ട്. അടുത്തൊരു മെത്തേഡ് ഫിയർഫുൾ അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻ്റ് ആണ്. ഈ ഫിയർഫുൾ എന്ന് പറയുന്നത് രണ്ടുപേർക്കും അടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ മുമ്പുണ്ടായിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ എൻ്റെ രീതി ആയിരിക്കില്ല മറ്റൊരാളുടെ രീതി. അപ്പോൾ അതിനെ ചൊല്ലി ഒരുപാട് തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ മറ്റേയാൾ ഹർട്ടാവുമോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഹർട്ടാവുമോ എന്നൊക്കെയുള്ള പേടി, എന്ത് പറയണമെന്ന് പോലും അറിയാത്തൊരവസ്ഥ, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പറയാതിരിക്കുക, അതുകൊണ്ട് മിണ്ടാതിരിക്കുക. എന്നാൽ ഇഷ്ടമുണ്ട് താനും. അപ്പോൾ ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലേ എന്ന് പോലും അറിയാത്ത വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥയാണ് ഫിയർഫുൾ അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. ഇത് വളരെ കൺഫ്യൂസിങ് ആക്കി കളയും, നമ്മളെ ചിലപ്പോൾ വലിയ വിഷമത്തിലേക്ക് നയിച്ചു കളയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഓപ്പണായിട്ട് സംസാരിച്ചുകൊണ്ട് അതിനൊരു എൻഡ് ഉണ്ടാക്കുന്നത്, യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുന്നൊരു എൻഡ് ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. ചിലപ്പോൾ ഈ ഒരു അവസ്ഥ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ തൊട്ട് മുമ്പുള്ള അവോയ്ഡൻറ്റ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന രണ്ടുപേരും പാരലായിട്ട് അവരുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്പേസ് എടുത്ത് പോവാം എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നത്. ആക്ച്വലി ഏറ്റവും മനോഹരമായിട്ടുള്ള അവസ്ഥ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന അവസ്ഥ തന്നെയാണ്. മറ്റേ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീഡം കൊടുക്കുകയും പൂർണ്ണമായിട്ടുള്ള ട്രസ്റ്റ് ഉണ്ടാവുകയും അതേസമയം എല്ലാ ലവ് ലാംഗ്വേജസും നല്ല രീതിയിൽ പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന മനോഹരമായിട്ടുള്ള അവസ്ഥ. ചിലപ്പോൾ ഈ ആങ്ഷ്യസ് അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റേജിൽ നിന്ന് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ കോൺഫിഡൻ്റ് ആകുമ്പോൾ, കൂടുതൽ ഫെമിലിയർ ആകുമ്പോൾ ഈ സെക്യൂർ അറ്റാച്ച്മെൻറ്റിലേക്ക് എത്തുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് നമ്മളിൽ തന്നെ കോൺഫിഡൻ്റ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ പ്രധാനമാണ്. ഏറ്റവും വലിയ പ്രശ്നം അവിടെയാണ്. നമ്മളിൽ കോൺഫിഡൻ്റ് ആവുക മാത്രമല്ല, നമ്മൾ സെലക്ട് ചെയ്തൊരു പാർട്ട്ണറാണല്ലോ, അത് ആരായിക്കോട്ടെ കേട്ടോ, ഫ്രണ്ട് ആയിക്കോട്ടെ, ലവർ ആയിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. അപ്പോൾ നമ്മളായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു പാർട്ട്ണറാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന പാർട്ട്ണറെ റെസ്പെക്റ്റ് ചെയ്യുക, ഒപ്പം തന്നെ അവരിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അർപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ വിശ്വാസം അർപ്പിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റിലേക്ക് വരാൻ സാധിക്കും. ഈ വിശ്വാസം അർപ്പിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് ലവ് ലാംഗ്വേജസ് ഒക്കെ പ്രകടിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ വെർബലി പറയേണ്ടതുണ്ട്, ചിലപ്പോൾ ഫിസിക്കലി ചിലപ്പോൾ ഒന്ന് ഹഗ് ചെയ്യേണ്ടതുണ്ടാവും, ടച്ച് ചെയ്യേണ്ടതുണ്ടാവും. ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഒപ്പം ചിലപ്പോൾ ചില സർപ്രൈസുകൾ, ഗിഫ്റ്റുകൾ കൊടുക്കേണ്ടതുണ്ടാവും. ഇങ്ങനെ പലതരത്തിൽ ഇത് നമ്മൾ പ്രകടിപ്പിക്കുക എന്നുള്ളതും പ്രധാനമാണ്. കാരണം അങ്ങനെയാകുമ്പോഴാണ് നമുക്കൊരു കൺഫർമേഷൻ കിട്ടുന്നത്, യെസ് ഇയാൾ എൻ്റെ ഒപ്പം ഉണ്ട് എന്നുള്ളൊരു കൺഫർമേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്വന്തമായി കോൺഫിഡൻ്റ് ആവുകയും മറ്റേ ആളെ കോൺഫിഡൻ്റ് ആക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പൊസസീവ്നെസ് എന്ന് പറയുന്ന നമ്മുടെ പലരുടെയും ജീവിതത്തിൽ വളരെ വലിയ വില്ലനാവുന്ന ഈ പ്രശ്നത്തെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും. ഓൾ ദ ബെസ്റ്റ്.